നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്തയുണ്ട്. 23-ാം തീയതി പുറത്തു വന്ന വാർത്തയാണ്. അത് വല്ലാതെ ആരും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ചന്ദ്രിക എന്ന് പറയുന്ന പത്രമുണ്ടല്ലോ, സുഡാപ്പികളുടെ പത്രമാണ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത്തരത്തിൽ സുഡാപ്പികളുടെ പത്രത്തിൽ വന്ന ഒരു വാർത്ത എന്തെന്നറിയാമോ? 106 മദ്രസകൾക്ക് കൂടി അംഗീകാരം. സമസ്ത മദ്രസകളുടെ എണ്ണം 10,923. അതായത് 106 മദ്രസകൾക്ക് കൂടി കേരള സർക്കാർ അംഗീകാരം കൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. അതിന്റെ അടിയിൽ ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. എന്താണ്? സമസ്ത മദ്രസകളുടെ എണ്ണം 10,923 എന്നുള്ളത്. ഇനി ഈ മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നത്? എന്താണ് അവിടെ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ ഗുണനിലവാരം? ഈ സമൂഹത്തിന് വേണ്ടി അവർ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് ഐസിസ് എന്ന് പറയുന്ന ഇസ്ലാമിക കൊടും ഭീകര സംഘടനയുടെ ഹെഡ് ഓഫീസ് ആയിട്ട് ഈ കേരളം മാറി എന്നുള്ളതും, താലിബാൻ അടക്കമുള്ള അൽ-ഖ്വയ്ദ അടക്കമുള്ള ഏതൊക്കെ ഇസ്ലാമിക കൊടും ഭീകര സംഘടനകളുണ്ടോ അവിടേക്കൊക്കെ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾക്ക് അറിയാം. ഇവിടെ മുൻ DGPക്ക് അറിയാം. എന്തിനേറെ ഇപ്പോൾ കണ്ണൂരിലെ ജയരാജൻ അടക്കം, VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തടക്കം ഇവരൊക്കെ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന മുൻ DGP ഇവിടുന്ന് റിട്ടയർ ചെയ്ത് പോയതിനു ശേഷം അദ്ദേഹം പറഞ്ഞതൊക്കെ നമ്മൾക്കറിയാം. ഇത്തരത്തിൽ മദ്രസ പ്രൊഡക്റ്റുകളിൽ നിന്ന് എന്താണ് ഈ സമൂഹത്തിന്, എന്താണ് നമ്മുടെ ഈ നാട്ടിന്, എന്താണ് ലോകത്താകമാനം കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ അത് ഇവരുടെ സമാധാന മതമാണ് ഞങ്ങളുടേതെന്ന് പറയുകയും എന്നിട്ട് ലോകത്ത് ഒരു സമാധാനവും കൊടുക്കാത്ത വ്യക്തികളായി മാറി കൊടും തീവ്രവാദികൾ, ഭീകരവാദികളായി മാറുക, നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കുക. എന്നിട്ട് ഇവനൊക്കെ ഈ പറയുന്ന മദ്രസയിൽ പഠിച്ചിട്ടുള്ള ഇവന് അന്യമതസ്ഥരെ കൊന്നാലും അതല്ലെങ്കിൽ ഏകദൈവ വിശ്വാസി അല്ലാത്തവരെ കൊന്നു കഴിഞ്ഞാലും അവരെ എന്തു ദ്രോഹിച്ചു കഴിഞ്ഞാലും അവന് 72 ഹൂറികളും സ്വർഗവും മദ്യപ്പുഴയും എല്ലാം കിട്ടുമെന്ന് ഇവന്റെ കിതാബിൽ ഇവനെ മദ്രസയിൽ നിന്ന് കുഞ്ഞു നാളുകളിൽ പഠിപ്പിക്കുമ്പോൾ ഈ മദ്രസകളുടെ അംഗീകാരം, വീണ്ടും 106 മദ്രസകൾക്ക് അംഗീകാരം. സമസ്ത മദ്രസകളുടെ എണ്ണം 10,923. നോക്കൂ, ഇത് ഒരേ ഒരു സംഘടനയ്ക്ക് കീഴിലുള്ള മദ്രസകളുടെ എണ്ണമാണ്. ഈ സമസ്തയുടെ മദ്രസ എണ്ണം 10,923 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ സംഘടനകൾക്ക് കീഴിലും ഇത്തരത്തിൽ 10,000-കണക്കിന് മദ്രസകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കണക്ക് കൂട്ടുമ്പോൾ എത്ര 10,000-ങ്ങൾ വരും എന്നുള്ളത് പുറത്തുവിടേണ്ടത്, കൃത്യമായ കണക്ക് സഹിതം പുറത്തുവിടേണ്ടത് ഇവിടുത്തെ സർക്കാരുകളാണ് എന്ന് നമ്മൾക്കറിയാം. പക്ഷെ ഇവിടുത്തെ സർക്കാരുകൾ അത് ചെയ്യില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ വന്ന ഒരു ചെറിയ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, അതൊന്ന് ഞാനിവിടെ വായിക്കാം. ഒരു സംസ്ഥാനത്തെ മദ്രസകളുടെ എണ്ണമാണ് ഈ പറയുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടനയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മദ്രസകളുടെ എണ്ണം മാത്രമാണിത്. ഇതുകൂടാതെ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മദ്രസകൾ ഉണ്ടോ എന്നറിയില്ല. ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏകദേശം 11,000 മദ്രസകൾ. ഈ മദ്രസകളിൽ എല്ലാം കൂടി എത്ര 1000 വിഷജീവികളാണ് മതം പഠിപ്പിക്കപ്പെടുന്നത്, മതം പഠിച്ചിറങ്ങുന്നത്. ഇത് ആർട്ടിക്കിൾ എഴുതിയ ആളാരാന്ന് എനിക്കറിയില്ല. ഫേസ്ബുക്കിൽ നിന്ന് വിട്ടപ്പോൾ ഞാനത് കോപ്പി എടുത്തതാണ്. എത്ര വിഷജീവികളെയാണ് ഓരോ വർഷവും ഈ മദ്രസയിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം ഭീതിതമായ സാഹചര്യമാണിത്. കേവലം അന്ധവിശ്വാസവും സ്ത്രീ വിരുദ്ധതയും മാത്രമല്ല ഈ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്നും വർഗീയതയും അന്യമത വിദ്വേഷവും തീവ്രവാദത്തിനോടുള്ള ആഭിമുഖ്യവും ആസക്തിയും രാജ്യദ്രോഹ ചിന്താഗതിയും കൂടി ഇത്തരം മദ്രസകളിൽ കൃത്യമായി പഠിച്ച മുസ്ലിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതും നമ്മൾ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട കാര്യമാണ്. പുറത്ത് പുഞ്ചിരിക്കുകയും അകത്ത് കാഫിറിനോടുള്ള ദേഷ്യം പല്ല് കടിച്ച് തീർക്കുകയും ചെയ്യുന്ന നിരവധി മുസ്ലിം വർഗീയവാദികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ അടങ്ങി നിൽക്കുന്നത് അവരുടെ സമുദായത്തിന് കാര്യമായ തിരിച്ചടി നേരിടുമെന്നുള്ള ഭയം കൊണ്ട് മാത്രമാണ്. പക്ഷെ എക്കാലത്തും അടങ്ങിയിരിക്കാൻ അവർക്കാവില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരൊറ്റ ആഹ്വാനം മതി. 1000-ഉം 2000-ഉം മാപ്പിളമാർ 1921 പോലെ മാരകായുധങ്ങളും മേന്തി ടോർച്ചും പന്തവും കത്തിച്ചുകൊണ്ട് നട്ടപ്പാതിരയ്ക്ക് ഹിന്ദു വീടുകൾ തേടി വരാൻ, മാപ്പിള ലഹളയെ സ്വാതന്ത്ര്യ സമരവും കർഷക ലഹളയുമാക്കി ഇതിന്റെ മുന്നോടിയായി നടന്ന തീവ്രവാദിയെ മഹത്വവൽക്കരിക്കുന്ന പാരമ്പര്യമാണ് നമ്മുടെ ഈ നാട്ടിനുള്ളത്. കർഷക ലഹളയുമാക്കി കാലുനക്കികളുടെ വീട്ടിലും വരും. എത്ര നല്ല രീതിയിൽ ഹിന്ദുക്കൾ മുസ്ലിങ്ങളോട് വർത്തിച്ചിട്ടും കാര്യമില്ലെന്ന് കാശ്മീർ പണ്ഡിറ്റുകളുടെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കുക. അതിനായി എന്തെങ്കിലും ഒരു നടപടി കേന്ദ്ര
സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായേ പറ്റൂ. 18 വയസ്സ് തികയുന്നതിന് മുൻപ് സയനൈഡിനേക്കാൾ മാരകമായ ഇസ്ലാം എന്ന വിഷം കുഞ്ഞു മനസ്സിലേക്ക് കുത്തിവെക്കുന്ന ഈ പരിപാടിക്ക് തടയിടുക. അതിനായി എല്ലാ മതക്കാരുടെയും മതപഠനം നിർത്തണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. അല്ലെങ്കിൽ തെരുവിൽ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ശവങ്ങൾ വീഴും. അത് ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടതാണ്, പാകിസ്ഥാനിൽ നമ്മൾ കണ്ടതാണ്, അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ കാണുന്നു. അങ്ങനെ എത്രയോ ഇസ്ലാമുകൾ ഭൂരിപക്ഷമായിട്ടുള്ള നാടുകളിലൊക്കെ അവിടുത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ആളുകളോട് ഇവർ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഹിന്ദു ക്രിസ്ത്യൻ സ്ത്രീകളുടെ നഗ്ന ശരീരം മുസ്ലിം വേട്ട നായ്ക്കൾ കടിച്ചു കുടയും. കണ്ടതല്ലേ നമ്മൾ ബംഗ്ലാദേശിൽ, കണ്ടതല്ലേ നമ്മൾ പാകിസ്ഥാനിൽ, കണ്ടതല്ലേ അഫ്ഗാനിസ്ഥാനിൽ. എത്ര രാജ്യങ്ങളിൽ അത് ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്ന വ്യത്യാസമില്ലാതെ ഏകദൈവ വിശ്വാസിയല്ല, ഈ പറയുന്ന ഇസ്ലാം മത വിശ്വാസി അല്ലാത്തതിന്റെ പേരിൽ കടിച്ചുകുടയപ്പെടുന്നു എന്നുള്ളതിന്റെ ദൃക്സാക്ഷ്യം നമ്മൾ ഒരുപാട് കണ്ടതല്ലേ. നോക്കൂ, ഇത്തരത്തിൽ മദ്രസകൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഈ കേരളം തന്നെയാണ് എന്ന് പറയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഇടതും വലതും മാറി മാറി ഈ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് തന്നെ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ചവിട്ടി അരച്ചുകൊണ്ട് അവന്റെ തല കക്ഷത്തിൽ വെച്ചുകൊണ്ട് ഇവിടെ ആ അവസ്ഥയിൽ ഹിന്ദുവിനും ക്രിസ്ത്യാനിയും ജീവിക്കുന്നത് എന്ന് ആ അവസ്ഥ ആര് വരുത്തി എന്നുള്ളത് ചോദിക്കുമ്പോഴാണ് എത്രത്തോളമാണ് മുസ്ലിം ഭൂരിപക്ഷം ഈ നാട്ടിൽ ആയിട്ടുണ്ടാവുക എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇനി ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു ആർട്ടിക്കിൾ കൂടി ഇവിടെ പറയേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, ലെബനൻ എന്ന രാജ്യം അത് എങ്ങനെ ഇസ്ലാമികമായി എന്നുള്ളതാണ്. അതിൽ നിന്ന് ഭാരതം, നമ്മൾ ഹിന്ദുവും ക്രിസ്ത്യാനിയും അടക്കമുള്ള ഇവിടുത്തെ ജനവിഭാഗം പഠിക്കേണ്ട പാഠം എന്തെന്ന് അതുകൂടിയാണ് ഈ ഒരു ചെറിയ ആർട്ടിക്കിളിൽ പറയുന്നത്. ഒരു 80 കൊല്ലം മുൻപ് വരെ ലെബനൻ ക്രിസ്ത്യൻ മഹാഭൂരിപക്ഷ രാജ്യമായിരുന്നു. വെറും 80 കൊല്ലം മുൻപ് വരെ ലെബനൻ എന്ന് പറയുന്ന രാജ്യം ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു. ഇനിയോ സാമ്പത്തികമായും സാംസ്കാരികമായും അത്യുന്നതിയിലായിരുന്ന ഒരു രാജ്യം, മിഡിൽ ഈസ്റ്റിലെ ഏക ക്രിസ്ത്യൻ രാജ്യം. 1920 കോളനി പദവിയിൽ നിന്നും സ്വതന്ത്ര രാജ്യമായി. പിന്നെ വളർച്ചയുടെ കാലഘട്ടമായിരുന്നു. അനേകം യൂണിവേഴ്സിറ്റികളും വ്യാപാര സ്ഥാപനങ്ങളും ബാങ്കിങ്ങും ഒക്കെയായി ആ രാജ്യം ഒരു നവവധുവിനെ പോലെ ഒരുങ്ങി കൂടുതൽ സുന്ദരിയായി. ഇതിനിടെ 1960 കാലഘട്ടത്തിൽ പലസ്തീനിൽ സംഘർഷം ആരംഭിച്ചു. പതിയെ പലസ്തീനികൾ ലബനനിലേക്ക് കുടിയേറി തുടങ്ങി. കൂട്ടത്തിൽ ഭീകരരും അവരുടെ വിഷലിപ്തമായ പുസ്തകവും. പതിയെ ഇസ്ലാം അവിടെ വേരുകൾ ആഴ്ത്താൻ തുടങ്ങി. ഭരണത്തിലുള്ളവരെ വിലക്കെടുത്ത് പലസ്തീൻ തീവ്രവാദികൾ അവരെ കൊണ്ട് 1969 അങ്ങനെ കെയ്റോയിൽ നടന്ന ഒരു കരാറിൽ തന്ത്രത്തിൽ ഒപ്പ് ഇടിയിപ്പിച്ചു. അത് പ്രകാരം പലസ്തീനികൾക്ക് ലബനിൽ അഭയം നൽകാമെന്ന് വന്നു. അതോടെ കൂട്ടത്തോടെ പലസ്തീനികളും പലസ്തീനികളായി നടിച്ച സിറിയ, ജോർദാൻ മുസ്ലിങ്ങളും അങ്ങോട്ടേക്ക് കുടിയേറി. അതോടെ ലെബനന്റെ താളം തെറ്റി തുടങ്ങി. തുടർന്ന് 75 സിവിൽ വാർ ഉണ്ടായി. അഭയാർത്ഥികളും അവർക്ക് അഭയം കൊടുത്ത ലെബനൻ ജനതയും തമ്മിൽ പോരാടി. ലോക മുസ്ലിങ്ങളുടെ അകമഴിഞ്ഞ സഹായം കിട്ടിയത് കൊണ്ട് ലബനൻ ജനങ്ങൾ പരാജയപ്പെട്ടു. ഇസ്ലാം അവിടെ കൊടികുത്തി. അവിടെ നിന്നുകൊണ്ട് ഇസ്രയേലിനെ അവർ ആക്രമിക്കാൻ തുടങ്ങി. പലതവണ ഇസ്രയേൽ ലബൻ കീഴടക്കി വിട്ടും കൊടുത്തു. 82 അമേരിക്കയുടെ നേതൃത്വത്തിൽ സിറിയയും സൗദിയും കൂടി റഫീഖ് ഹരീരി എന്ന പാവയെ ഭരണാധികാരിയാക്കി. 2005 അദ്ദേഹം കൊല്ലപ്പെട്ടതിനിടെ കലാപങ്ങളുടെ നാളുകൾ വരവായി. ആ സമയത്താണ് ഇറാൻ ലബനനിൽ കണ്ടുവെച്ചത്. അവരുടെ പാരലൽ മിലിറ്റന്റ് ഗ്രൂപ്പ് ആയ ഹിസ്ബുള്ള അതോടെ അവിടെ എത്തി. അവിടെ നിന്ന് അമേരിക്കയോടും ഇസ്രായേലിനോടും ചൊറിഞ്ഞു തുടങ്ങി. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ട മുട്ടപൊട്ടിക്കൽ മഹാമഹം അതിന്റെ പര്യവസനമായിരുന്നു. എന്തായിരുന്നു മുട്ടപൊട്ടിക്കൽ മഹാമഹം എന്ന് ഉദ്ദേശിച്ചത്? മുട്ടപൊട്ടിക്കൽ മഹാമഹം മറ്റൊന്നുമല്ല, ഇസ്രായേൽ ഈ പറയുന്ന ഹമാസ് എന്ന് പറയുന്ന ഭീകരന്മാരോട് നേരിട്ട പോലെ തന്നെ ഈ ഹിസ്ബുള്ളയുടെ സകല എണ്ണത്തിന്റെയും പോക്കറ്റിൽ കിടന്നിരുന്നില്ല. ആശയവിനിമയത്തിനും സന്ദേശത്തിനും ഒക്കെ ഉപയോഗിച്ചിരുന്ന പേജറുകൾ അവരുടെ ഒരു ബട്ടൺ അമർത്തിക്കൊണ്ട് പൊട്ടിത്തെറിപ്പിച്ചു. അങ്ങനെ ആയിരക്കണക്കിന് ഹിസ്ബുള്ള കൊടും മുസ്ലിം ഭീകരവാദികൾ ഞമ്മന്റെ ഹൂറികളുടെ അടുത്തോട്ട് മഹോന്നതൻ കരുതി വെച്ച 72 ഹൂറി പദത്തിലേക്ക് പുൽകി എന്നുള്ളതാണ് ഈ മുട്ടപൊട്ടിക്കൽ മഹാമഹം എന്ന് ഉദ്ദേശിച്ചത്. അത്തരത്തിൽ ഈ പറയുന്ന ഹമാസ് ആയാലും ഹിസ്ബുള്ള ആയാലും ഇവരോടൊക്കെ ഇസ്രയേൽ എന്ന് പറയുന്ന കുഞ്ഞു രാജ്യം എത്രത്തോളം ശക്തമായിട്ടാണ് നിലപാടെടുക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ലെബനൻ എങ്ങനെ ഇസ്ലാമിക രാജ്യമായി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റോഹിംഗ്യൻസും ഇനി നമ്മുടെ ഭാരതം എങ്ങനെ കരുതിയിരിക്കണം, ഭാരതീയരായിട്ടുള്ള നമ്മൾ എങ്ങനെ കരുതിയിരിക്കണം, ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും എങ്ങനെ കരുതിയിരിക്കണം എന്നുള്ളതാണ് ഇനി പറയുന്നത്. റോഹിംഗ്യൻസും ബംഗ്ലാദേശികളും ഇന്ത്യയിൽ തുടരണം എന്ന് വാദിക്കുന്നവർ ഇതൊക്കെ അറിയണം. ഇസ്ലാമിന് ലോകത്തെങ്ങും ഒരു സ്വഭാവമേ ഉള്ളൂ. അത് ചതിയുടെയും നന്ദികേടിന്റെയും ആക്രമണത്തിന്റെയും അധീശത്വത്തിന്റെയും സ്വഭാവമാണ്, വെറുപ്പിന്റെയും.
ചിന്തിക്കണമെന്നല്ലേ? നോക്കൂ, നമ്മൾ മേലെ വായിച്ചു ഈ മദ്രസകളുടെ കാര്യം. ഇതോടൊപ്പം കൂട്ടിച്ചേർക്കണം, മദ്രസകളും പള്ളികളും നമ്മൾ എടുത്തു പറയേണ്ട രണ്ട് സംഭവം ഞാനിവിടെ പറയാം. ഒന്ന് നമ്മൾ കണ്ടതാണ് മാറാട് കലാപം, കേട്ടിട്ടില്ലേ? ഹിന്ദുക്കളെ വെട്ടിയെരിഞ്ഞ, കടലിന്റെ മക്കളെ വെട്ടിയെരിഞ്ഞ ഇസ്ലാമിക ഭീകരത നമ്മൾ കണ്ടതല്ലേ? ആ ഇസ്ലാമിക ഭീകരതയുടെ ആയുധങ്ങൾ സൂക്ഷിക്കപ്പെട്ടത് മാറാട്ടെ പള്ളിയിലായിരുന്നു, മസ്ജിദിലായിരുന്നു എന്നുള്ളത് ആ കൃത്യമായിട്ട് സത്യസന്ധമായുള്ള വസ്തുതകളൊക്കെ നമ്മൾക്ക് അറിയാമല്ലോ. ഈ മദ്രസയിലും പള്ളികളിലും ഒക്കെ ഒളിപ്പിക്കുന്ന മാരക ആയുധങ്ങൾ വിട്ടുകൊടുക്കാൻ വേണ്ടി അന്ന് മാറാട് കലാപം സന്ദർശിക്കാൻ വേണ്ടി എന്ന രീതിയിൽ ഈ അഹമ്മദ് എന്ന് പറയുന്ന ഈ അഹമ്മദ് MP എല്ലാവർക്കും അറിയാലോ, മുസ്ലിം ലീഗിന്റെ MP, ഈ അഹമ്മദ് MP അവിടെ വന്നുകൊണ്ട് ഈ ആയുധങ്ങൾ ശേഖരിച്ച പള്ളി പോലീസ് സീൽ ചെയ്തപ്പോൾ ആ സീലെല്ലാം ഭേദിച്ചുകൊണ്ട് തനിക്ക് നിസ്കരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആ ആയുധങ്ങൾ ശേഖരിച്ചു വെച്ച പള്ളിയിലേക്ക് കയറി ചെന്ന് അവിടുത്തെ സകല തെളിവും നശിപ്പിച്ചതിന്റെ രേഖകളും ചരിത്രവും ഒക്കെ നമ്മൾക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മദ്രസകളും പള്ളികളും ആയുധങ്ങൾ ശേഖരിക്കാനുള്ള ഇടങ്ങളായി എങ്ങനെയാണ് മാറിയത്? ചിന്തിക്കേണ്ടതല്ലേ നമ്മൾ? പാലക്കാട് അവസാനം പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാർ കൊന്ന ശ്രീനിവാസൻ ജി ഉണ്ടല്ലോ, ശ്രീനിവാസൻ എന്ന് പറയുന്ന നടക്കാനോ ഓടാനോ ഇരിക്കാനോ പറ്റാത്ത രോഗാതുരനായിട്ടുള്ള ഒരു RSSകാരനെ നിഷ്കരണം 5-8 ഇസ്ലാമിക കൊടും ഭീകരന്മാർ വെട്ടി വീഴ്ത്തിയപ്പോൾ അവരെ സഹായിച്ചതിൽ ഒരു പള്ളിയിലെ ഇമാമോ എന്തോ ചങ്ങാതി ഉണ്ടല്ലോ, നിസ്കാരത്തിനൊക്കെ നേതൃത്വം നൽകുന്ന പള്ളിയുടെ മുഖ്യ ചങ്ങാതി ഇമാമൻ തന്നെയാണ്, അവനും ഉണ്ടായിരുന്നു. അപ്പോൾ പള്ളികളിലും മദ്രസകളിലും എന്താണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന് ചിന്തിക്കാൻ ഈ രണ്ട് സംഭവങ്ങൾ കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലെബനൻ എന്ന് പറയുന്ന രാജ്യം എങ്ങനെ വെറും 80 വർഷം കൊണ്ട് ഇസ്ലാമിക രാജ്യമായി എന്നുള്ളതും ഈ ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി ഇവർ എന്തൊക്കെ ചെയ്തു എന്നുള്ളതും ഇസ്ലാമിക രാജ്യമായി കഴിഞ്ഞാൽ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത് അഫ്ഗാനിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും നമ്മൾ ഈ അടുത്ത നാളുകളിൽ കണ്ടു. അതുകൊണ്ട് തന്നെ ഇവിടെ ഓരോ ഭാരതീയരും ശ്രദ്ധയോടുകൂടി 100 കണക്കിന് കണ്ണോടുകൂടി മനസ്സോടുകൂടി തലച്ചോറോടുകൂടി ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ കുഞ്ഞുമക്കൾ ആയിരിക്കും ഇവിടെ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരിക. ഞാനായാലും എന്നെ കാണുന്ന നിങ്ങളായാലും എന്തായാലും 40-50 വയസ്സായിട്ടുള്ള നമ്മൾക്കൊക്കെ ഇനിയുള്ള ജീവിതം എത്ര വർഷം എന്നുള്ളത് നമ്മൾക്കറിയാം. പക്ഷെ വരാനിരിക്കുന്ന നമ്മുടെ തലമുറകൾ അനുഭവിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ ശ്രദ്ധയോടുകൂടി നമ്മുടെ ആ കണ്ണുകൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഇസ്ലാമിക ഭീകരന്മാരുണ്ടെങ്കിൽ അവരെ എങ്ങനെയാണ് തടയേണ്ടത് എന്ന് നമ്മുടെ നിയമത്തിന്റെ വശങ്ങളിലൂടെ നമ്മൾക്കറിയാം. നമ്മുടെ ഭാരതം ഭരിക്കുന്ന RSS എന്ന് പറയുന്ന എന്റെ മാതൃപ്രസ്ഥാനത്തിന് കീഴിൽ ഭരിക്കുന്ന BJP, NDA എങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരെ ഇവിടെ തുടച്ചു നീക്കിയതെന്ന് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് നമ്മൾക്ക് രക്ഷ BJP എന്ന് പറയുന്ന NDA എന്ന് പറയുന്ന ഈ രാഷ്ട്രീയം തന്നെയാണ്. RSS എന്ന് പറയുന്ന നമ്മുടെ മാതൃസംഘടന തന്നെയാണ്. RSSനെ ലോകം മുഴുവൻ അനുകരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് അവരെ പിന്തുടരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവിടുത്തെ ഇസ്ലാമിക ജിഹാദികൾ വെറുതെ ഇരിക്കില്ല. ആ വെറുതെ ഇരിക്കാത്ത ഇസ്ലാമിക ജിഹാദികൾ ഇവിടുത്തെ ഗണ്ഡിമോനായിട്ടുള്ള രാഹുൽ ഗണ്ഡി എന്ന് പറയുന്ന ഈ ഒരു ചാരനെ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ നമ്മുടെ നാടിനെതിരെ കാട്ടിക്കൂട്ടുമെന്നുള്ളത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധയോടുകൂടി സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടത് തന്നെയാണ്. മലയാളി പൊളിയല്ലേ എന്ന ആ വചനം കേട്ടുകൊണ്ട് 24 മണിക്കൂറും പൊളച്ചുകൊണ്ട് നടക്കുന്ന ഹിന്ദു ആയിട്ടുള്ള മലയാളി, ക്രിസ്ത്യനായിട്ടുള്ള മലയാളി, നീ ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നീ പൊളിയല്ല, നീ പൊളിയാനുള്ള വെറും ആക്രി മാത്രമാണ് എന്ന യാഥാർത്ഥ്യം നീ വരും മണിക്കൂറുകളിൽ തിരിച്ചറിയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇവിടെ രക്ഷ RSS മാത്രമേ ഉള്ളൂ, ഇവിടെ രക്ഷ BJP മാത്രമേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും മനസ്സിലാക്കി ഒരുമിച്ച് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ എങ്ങനെയാണോ ഓരോ രാജ്യങ്ങളും കൈയടക്കിക്കൊണ്ട് അവിടെ സമാധാനം എന്ന് പറയുന്ന 4 അക്ഷരം നശിപ്പിച്ചുകൊണ്ട് ലോകത്താകമാനോ അസമാധാനം വിതയ്ക്കുന്നത്, അത് നമ്മുടെ നാട്ടിലും വന്നു ചേരാൻ വലിയ സമയമൊന്നും വേണ്ട എന്നുള്ള ആ വാക്കുകൂടി കൂട്ടിച്ചേർക്കട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.